എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷിക്കപ്പെടാൻ. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും, സമീപ സ്ഥലങ്ങളിൽ ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കളും, സകല ആൾക്കാരും രക്ഷിക്കപ്പെടണം. ഈ രക്ഷിക്കപ്പെടാൻ ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. മതങ്ങള് പഠിപ്പിക്കുന്നത് എല്ലാം കൊണ്ടുവരാനാ പറയുന്നത്. ഓരോന്നോരോന്ന് കൊണ്ടുപോവാ. അങ്ങോട്ട് ചെല്ലുമ്പോ ഓരോന്ന് കൊണ്ടുവരണം. ചിലര് ലിസ്റ്റൊക്കെ തരും, ഇന്ന സാധനങ്ങൾ, ഇന്ന സാധനങ്ങൾ. അത് കട മേടിച്ചാന്നേലും ആൾക്കാർ കൊണ്ടുചെല്ലും. രക്ഷപ്പെടാനാ? ചിലപ്പോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിന് നിങ്ങളുടെ മൈക്ക് നന്നായിരിക്കുന്നു കേട്ടോ, നന്നായിരിക്കുന്നു. സംസാരിക്കാൻ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ അത്ര പോരായിരുന്നു, എന്നാൽ ഇത് നന്നായിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം യേശുക്രിസ്തുവാ. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷിക്കപ്പെടാൻ. മതങ്ങളും സംഘടനകളും ഒക്കെ ഓരോന്ന് കൊണ്ടുപോവാന്ന് പറയുക. എന്നാൽ യേശുക്രിസ്തു പറയുന്നത് ഒന്നും കൊണ്ടുവരണ്ട. അല്ല, ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യവുമില്ല. നമ്മളെന്തോ ആയിട്ട് അങ്ങോട്ട് ചെല്ലാനാ? ഇത് മുഴുവൻ അവിടുത്തെ അല്ലേ. ദാവീദ് അങ്ങനെ ആണല്ലോ പറഞ്ഞത്. വചനം പഠിക്കുന്നവർക്കറിയാം, സകലവും നിങ്കൽ നിന്ന, സകലവും നിന്റെതാ. പിന്നെ നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങള് ഇച്ചിരി മേടിച്ച് അടിച്ചു മാറ്റിയേച്ച് നിന്നെ കളിപ്പിക്കാൻ ഇച്ചിരി, അതിന്റെ ഭാഷയാ. മുഴുവനും നിന്റെതാ. നിന്റെ നിന്ന് ഞങ്ങള് മൊത്തം മേടിച്ചിട്ട് കുറെയൊക്കെ അടിച്ചു മാറ്റിയേച്ച് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി തരുന്നേ, ഓത്ര കാഴ്ച അങ്ങനെയൊക്കെ ഇടുന്നേ ഉള്ളൂ. അല്ലാതെ ഒന്നുമല്ല, മുഴുവനും നിന്റെതാ. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഒന്നും കൊണ്ടുചെല്ലണ്ട. കൊണ്ടുചെന്നിട്ട് പ്രയോജനമില്ല. മീഖ 6:6 വായിച്ചോ മോനെ. ലിജു അല്ലേ? ജിബി വായിര്. മീഖ 6:6 വായിക്കും. മീഖ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്, എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തുമായിട്ടാ ചെല്ലുന്നേ? പ്രവാചകൻ ചോദ്യത്തോടാ. എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലും? 1-2 കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത്, ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അതുമായിട്ട് ചെന്നാ മതിയോ? അല്ല, എന്തുമായിട്ടാ ചെല്ലുന്നേ? ഒരു കാളയോ, ഒരു പോത്തോ, ഒരു ആടോ, ഒരു കന്നുകാലിയോ, മുഴുത്ത ഒരു പശുക്കിടാവോ, ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നാ വല്ലോ ഏക്കുവോ? ഏക്കുകയല്ല. അതിനാ അടുത്തത്, 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ ശ്രദ്ധിച്ചേ. ആട, കാള, പശു ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? കാട്ടിലെ 1000 ആടുമാടുകളും കാട്ടിലെ മൃഗങ്ങളെ ദൈവം സൃഷ്ടിച്ചതാ. ലക്ഷക്കണക്കിന് മൃഗങ്ങള്. ഇപ്പോഴാണ് മൃഗം കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടും വരിക. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് അങ്ങനെ വിടുവന്ന്. സ്തോത്രം. അപ്പൊ ഈ ആട്ടുകൊറ്റനെയായിട്ടോ കാളക്കിടാവായിട്ട് എന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തൈല നദി ഒഴിക്കുന്നവനാ ദൈവം. അന്നേരം നമുക്ക് ഒരു കുപ്പിയായിട്ട് എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ദൈവത്തിന് എണ്ണയും വേണ്ട, തിരിയും വേണ്ട, ആടും വേണ്ട, പഴക്കൊലയും വേണ്ട, പച്ചക്കായും വേണ്ട, അരിയും വേണ്ട, മണിയും വേണ്ട, തുണിയും വേണ്ട, ഗിണിയും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് നീ ഇഞ്ഞ് വന്നാ മതി. വരുമ്പോ നീ ഒന്നും കൊണ്ടുവരണ്ട. കാരണം കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല. കാരണം ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാ. കൊണ്ടുവന്നിട്ടും കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം, നീ വെറും കൈയോട് ഇങ്ങോട്ട് വരുമ്പോ പറയണം, കർത്താവേ എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, വെറും കയ്യാ. പക്ഷെ ഒരു കാര്യം, ഇന്ന് രാത്രി എന്നെ നിനക്ക് തരിക. ഈ രാത്രി നിന്നെ കർത്താവിനായി സമർപ്പിച്ചാൽ
ദൈവം നിന്നെ രക്ഷിക്കും. പഴയ പാട്ടുണ്ട്, നിങ്ങളോട് ചുമ്മാ ഇരിക്കല്ലോ, ഒരു പാട്ട് നിങ്ങളോട് പാടും. അവർ തന്നെ ആണല്ലോ പാടുന്നത്, ഞാൻ തന്നെ പാടുന്നല്ലോ. നിങ്ങളോട് പാടും, നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മുറ്റും ഞാൻ താരും നീതാ ഭൂനീച്ചേ മുഴുവൻ ദേഹം ദേ ഈ സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. ദേഹം മണി അടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പഴയ പാട്ടാ. യോ കണ്ടമാനം പഴയതായിപ്പോയി. ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ ഞാൻ വരും. അതറിയാൻ വേണ്ടി മതി. അത്ര കണ്ടമാനം പഴയതല്ല. എന്റെ കൂടെ പാടാൻ പറ്റില്ല. എന്നാ നിങ്ങൾ പാട്, ഞാൻ വെള്ളം കുടിക്കട്ടെ. ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ. ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഇപ്പോ. ഈ രാത്രിയിലെ ഇത്രോ സമ്മതിച്ചാ മതി. കർത്താവേ, എന്റെ കൈ തരാൻ ഒന്നുമില്ല. ആടിനെ കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല, കാളെ കൊണ്ടുവന്നിട്ടും പ്രയോജനമില്ല, തൈലം കൊണ്ടുവന്നിട്ടും പ്രയോജനമില്ല, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് തിരുമുൽക്കാഴ്ച വെച്ചിട്ടും പ്രയോജനമില്ല. അങ്ങനെ അവിടുത്തെ തിരുവചനം പഠിപ്പിക്കുന്നത്. തന്നെയല്ല, ഇതൊന്നും തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ ഇന്ന് രാത്രി എന്നെ അവിടത്തേക്ക് തരിക. ഈ രാത്രി സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. ഇന്ന് രാത്രി യേശുവിന് നിന്നെ ഒന്ന് സമർപ്പിക്ക്. ദൈവം നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെയും രക്ഷിക്കും. ഈ ശുശ്രൂഷ അതിന് ഇടയാകട്ടെ. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. സുവിശേഷം ആരൊക്കെയാ കേൾക്കേണ്ടത്? പുസ്തകം പഠിപ്പിക്കുന്ന എല്ലാവരും കേൾക്കണം. വായിച്ചു 49:1 സങ്കീർത്തനം.
49:1 നമുക്കറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചോ. സങ്കീർത്തനം 49:1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. ഇത് കേൾക്കണം. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. നല്ല വാർത്ത, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയത് ഇതാണ്. മറ്റു കാര്യങ്ങൾ എല്ലാവരും കേൾക്കാൻ പറ്റുന്നതല്ല. TV തുറന്നാൽ, ഇപ്പോഴത്തെ നവമാധ്യമങ്ങൾ പലതുണ്ട്, തുറന്നാൽ അപ്പനും അമ്മയ്ക്കും മക്കൾക്കും വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കാണാനും കേൾക്കാനും പറ്റാത്ത തരത്തിലാ അതിനകത്തെ കാര്യങ്ങളും സംസാരവും രീതിയൊക്കെ. TV വെച്ചോണ്ടിരിക്കുമ്പോൾ പരസ്യങ്ങളും ഒക്കെയാ. മക്കളും കൊച്ചുമക്കളും എല്ലാം ഇരിക്കുമ്പോൾ കാണാൻ ഒക്കുകയല്ല, ഉടനെ ചാനൽ മാറ്റിക്കളയും. ഒന്നും അറിയാമല്ല, എല്ലാം ഇപ്പം മുട്ടയെന്ന് വിരിഞ്ഞു വന്നതാ. എല്ലാവർക്കും കാണാൻ പറ്റുന്നതല്ല ഒന്നിച്ചിരുന്ന്. കേൾക്കുന്ന വാർത്തയും അത്ര നല്ല വാർത്തകളല്ല. നമുക്ക് പ്രയാസം വരുത്തുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, ഭയമുളവാക്കുന്ന, അല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ വേദന വർദ്ധിപ്പിക്കുന്ന വാർത്തകളാ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസവും പേപ്പർ വായിച്ചപ്പോൾ 2 വാർത്ത, അത് നല്ല വാർത്തയല്ല. കോട്ടയത്തിനടുത്ത് വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് പേപ്പർ വായിച്ചതാ. 2 അതിഥി തൊഴിലാളികളാ. ഒരുത്തനെ മെഷീനകത്തിട്ട് കറക്കി. മെറ്റലും സിമെന്റും എല്ലാം കൂടെ കറക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിനെന്നാ പറയുന്നേ? മിക്സർ മെഷീന്. കോൺക്രീറ്റ് ഒക്കെ ഇത് കൂട്ടുന്നതാ. അവ കൂടെ ഉള്ളവനെ അത് വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ മറ്റവൻ ചെന്ന് സ്വിച്ചിട്ടു. അവൻ അതിനകത്ത് കിടന്ന് കറങ്ങി. ഇവർ തമ്മിൽ നേരത്തെ ഉടക്കാം. അവൻ നിർത്തിയേച്ച് JCBക്ക് അവനെ കോരി കുഴിയുണ്ടാക്കി തട്ടി. നല്ല വാർത്തയാണോ? നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ആ ബംഗാളികൾ അവനെ അങ്ങനെ വരണം. അങ്ങനല്ല, അവന് മനുഷ്യനാ, ജീവിക്കാൻ വേണ്ടിയായി നാട്ടിൽ വന്നേ. അവൻ്റെ കുടുംബത്തെ സന്താരണത്തിന് വേണ്ടി വന്നതാ. കൂടെ ജോലി ചെയ്തവനായി ചെയ്തത്. നല്ല വാർത്തയല്ല. ഉദാഹരണം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇതിലും വലിയ വാർത്ത ഇരിപ്പുണ്ട്, എനിക്കറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഇതൊക്കെ ചെറിയ പക്ഷേ മൈക്ക് എൻ്റെ കയ്യിലായിരിക്കുന്നത് കൊണ്ടാണ്. ആ ദിവസം തന്നെ കേട്ട വേറൊരു വാർത്ത പേപ്പറിലൊക്കെ വായിച്ച് കാണും. നിങ്ങൾക്ക് മറ്റ് മാധ്യമങ്ങളുണ്ടല്ലോ ഇത് അറിയാൻ. എനിക്ക് തോന്നുന്നത് 23 വയസ്സുള്ളൊരു പെൺകുട്ടി പ്രസവിച്ചു. പഠിക്കാൻ പോയപ്പോൾ സംഭവിച്ചതാ. അമ്മയപ്പനും അറിഞ്ഞില്ല. ശുചിമുറി വെച്ച വീട്ടിൽ തന്നെ പ്രസവിച്ചു. വെപ്രാളമായി പോയി. വായിച്ചതല്ലേ? ഒരു ചെറിയ കവറിനകത്ത് ആ ചോര കുഞ്ഞിനെ ഇട്ടേച്ച് 4ാം നിലയിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു. നല്ല വാർത്തയാണോ? അല്ല. അതിന്റെ വിശദാംശങ്ങളിലോട്ടോ ഒന്നും ഞാൻ പോകുന്നില്ല. അത് ഞാനല്ല അത് പറയാൻ ആള്. എന്ത് തീരുന്ന മാതാപിതാക്കൾ അവിടെ കഴിയുന്നേ? ആ മകളെ അവരെ പഠിപ്പിച്ചതാ, നല്ലൊരു ഭാവിക്ക് വേണ്ടിയാ. കുഞ്ഞ് മരിച്ചു. നിയമത്തിന് വിധേയപ്പെട്ട് ഇനിയും നിയമം അതിൻ്റെ നിലയിൽ കൈകാര്യം ചെയ്ത് ഇനി ആ പെൺകുട്ടിയെ വെളിയിലിറക്കിയെന്ന് വരട്ടെ, അല്ലെങ്കിൽ മോചിപ്പിക്കട്ടെ. അന്നേരത്തെ സമ്മർദ്ദത്താലും സാഹചര്യത്താലും ഇതൊക്കെ നിയമജ്ഞന്മാർ വിധിക്കട്ടെ. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞിന്റെ ഭാവി എങ്ങനെ? ആ മാതാപിതാക്കൾക്ക് എന്ത് മനോവേദനയുണ്ട്? ഇങ്ങനെ സംഭവിക്കാനാണോ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചേ? അല്ല, ഒരു മാതാപിതാക്കളും അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളാ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്ന വാർത്തകളും അങ്ങനെയൊക്കെ തന്നെ, എല്ലാം ഭയാനകമായതാ. അപ്പോൾ ഭീതി ഉളവാക്കുന്ന, ഭയമുളവാക്കുന്ന, നമുക്ക് വെപ്രാളം വരുത്തുന്ന നിരവധി വാർത്തകൾ ഓരോ ദിവസവും കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. അത് ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം.
എവിടെയും പറയാൻ കൊള്ളാവുന്ന, ആരോടും പറയാൻ കൊള്ളാവുന്ന, എവിടെ ഉയർത്താൻ കൊള്ളാവുന്ന, ഏത് സ്ഥലത്തും ഏത് സമയത്തും പറയാൻ കൊള്ളാവുന്ന നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. ആ വാർത്ത ഇവിടെ ഈ ദിവസങ്ങളിൽ അറിയിക്കുവാനും അറിയിപ്പിക്കുവാനും അതിന്റെ പിമ്പിൽ പ്രവർത്തിച്ച കർത്തൃദാസനെയും ചുമതലപ്പെട്ടവരെയും അവൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വാർത്ത കേൾപ്പിക്കാനായി ഇവിടെ നിങ്ങളെല്ലാം വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറയാനും ഒക്കുന്നത്. ഈ മൈക്ക് പ്രവർത്തിക്കുന്ന സഹോദരന്മാർ നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ടത് മറ്റുള്ളവർ ഈ വാർത്ത കേൾക്കുന്നു. ഇടയ്ക്ക് 2 ശീലി പാട്ട് പാടുമ്പോൾ ഇവര് ഉള്ളത് കൊണ്ട് അതൊരു എന്തുവാ, ഈ അപ്പത്തിന് നെയ്യ് ചേർക്കുന്നത് പോലെ അത് നല്ലതാ. നിങ്ങൾ വല്ല ഇതിൽ ഭാഗവെക്കാം. എന്തിനാ? ഈ വാർത്ത കേൾപ്പിക്കാൻ. എല്ലാവരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. അപ്പോൾ പ്രാരംഭത്തിൽ 4 പുസ്തകം, സുവിശേഷ പുസ്തകം. യേശുക്രിസ്തു, യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ, യേശുക്രിസ്തുവിന്റെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി ഇനി തിരിച്ചു വരും. ഇതൊക്കെയാ സുവിശേഷം. ഈ വാർത്തയാ ഈ ദിവസങ്ങൾ ഇവിടെ അറിയിക്കുന്നത്. ആ സുവിശേഷത്താൽ ആകൃഷ്ടരായ അപ്പോസ്തോലന്മാർ, അവരുടെ പ്രവൃത്തികളാണ് അപ്പോസ്തോല പ്രവൃത്തി എന്ന് പറയുന്ന അടുത്ത പുസ്തകം, 5-ാം പുസ്തകം. 6-ാമത്തെ പുസ്തകം മുതൽ ഒടുവിലത്തെ 26-ാമത്തെ പുസ്തകം വരെ ലേഖന പരമ്പരകളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ആ ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് ഇന്ന് നമ്മൾ വായിച്ച എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള ആ നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുക. ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആരും കാണാത്തവൻ, കാണാൻ പാടില്ലാത്ത ആ സർവജ്ഞനായ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. അത് അനുഭവിക്കുന്നവർക്കായി ദൈവത്തിന് വീണ്ടും മഹത്വം കരയേറ്റുകയാണ്. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഓർപ്പിച്ചല്ലോ, ഏറെ നല്ലത്. അതിന്റെ കാരണം എബ്രായ ക്രിസ്ത്യാനികള് യഹൂദ മതം വിട്ട് ഈ മാർഗത്തിലേക്ക് വന്നവരാ, യേശുവിന്റെ അടുക്ക വന്നവരാ. അവരുടെ സാഹചര്യങ്ങളും മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവര് എല്ലാവരിലും പ്രത്യേക സമ്പത്തെന്ന ഈ തിരുവചനം പഠിപ്പിക്കുന്നത്. അവർക്ക് ഒത്തിരി ക്വാളിറ്റികളുണ്ട് യഹൂദ ജാതിക്ക്. ഇന്നും യഹൂദജാതിയുടെ ചരിത്രം നിങ്ങൾ പഠിച്ച ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനമൊക്കെ മേടിച്ചത് യഹൂദന്മാരാ. അവർക്ക് വിശേഷ ബുദ്ധിയും വിശേഷ ജ്ഞാനവും ഒക്കെ ഉണ്ട്. അതില്ലെന്ന് പറയാനൊക്കത്തില്ല. കണ്ടുപിടുത്തങ്ങൾ പലതും കണ്ടുപിടിച്ചത് അവരാ. പിന്നെ നമ്മള് പല ആൾക്കാരും ഡ്യൂപ്ലിക്കേറ്റ് പലതും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാതി ശ്രേഷ്ഠ ജാതിയാണ്, ദൈവത്തിന്റെ സ്വന്തം ജനം. അങ്ങനെയൊക്കെയാ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള യഹൂദ ജാതി ആ യഹൂദ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ട് ഇവർ യേശുവിന്റെ പുറകെ ഇറങ്ങി. ഒരു യഹൂദൻ ഇതെല്ലാം ഉപേക്ഷിച്ചു വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. യെരുശലേം ദേവാലയം, തലയെടുപ്പോടെ നിൽക്കുന്ന ദൈവാലയം. യഹൂദന് ഈ ദേവാലയം വളരെ പ്രശംസയാണ്. അതുകൊണ്ടാണ് യെരമ്യാവിൽ വായിക്കുന്നത് യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് ഇവർ കൂടെ കൂടെ പ്രശംസിക്കും. തന്നെയല്ല, യെരുശലേം അവന്റെ അഭിമാനമാണ്. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെന്ന. ഏത് രാജ്യത്തിന്റെ എവിടെ പോയാലും അവരുടെ ലക്ഷ്യം, നോട്ടം യെരുശലേമാണ്. അതുകൊണ്ട് ആ ബാബേൽ സംസ്ഥാനത്ത് പോയി പാർത്തിട്ട് ദാനിയേല് കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നെന്ന അങ്ങോട്ട് നോക്കിയാ പ്രാർത്ഥിച്ച്. ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും വാക്യമുണ്ട്, അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണമെന്ന്. ഇതൊക്കെ ഈ ജാതിയുടെ വൈശിഷ്ട്യങ്ങളാണ്. തലയെടുപ്പോടെ നിൽക്കുന്ന അമ്പരചുംബിയായ ദൈവാലയം 3 ഭാഗങ്ങളാണ്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. നമുക്കറിയാം. പുരോഹിത വൃന്ദങ്ങൾ കൂറിന്റെ ക്രമത്തില്, 24 കൂറിന്റെ ക്രമത്തില്
പുരോഹിത വൃന്ദങ്ങൾ, ഇവരെ എല്ലാം മേലധ്യക്ഷനായിട്ട് മഹാപുരോഹിതൻ സ്ഥാനചിഹ്ന വേഷം വിഭൂഷിതനായിട്ട് പ്രത്യേക വസ്ത്രങ്ങളും സ്ഥാനമാനങ്ങളും ഉണ്ട്. മാത്രമല്ല കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, പള്ളി, അതിന്റെ ചുറ്റുപാട് എന്ന് വേണ്ട, സമൂഹത്തിന്റെ ഇടയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ജാതിയാ യഹൂദ ജാതി. ഇവര് മറ്റാരുമായിട്ടും അങ്ങനെ വലിയ സംസ്കാരവും സഹകരണമില്ല. അങ്ങനെയുള്ള ഈ ജാതി, ഈ ശ്രേഷ്ഠ ജാതി, ഇവരിൽ കുറച്ചു പേര് ആ മാർഗം വിട്ടതിന് ശേഷം യേശുവിന്റെ മാർഗത്തിലേക്ക് വന്നു. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഇവര് യേശുവിനെ അറിഞ്ഞു, യേശുവിന്റെ പിന്നാലെ വന്നു. അപ്പൊ ആരംഭത്തിൽ ഇവർ ധരിച്ചത് കുഴപ്പമൊന്നുമില്ലെന്നാ. പക്ഷെ യേശുവിന്റെ പിന്നാലെ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ദുരിതവും ദുഃഖവും പ്രയാസവും ഒക്കെയാ, നിന്ന അപമാനം. ആ 10-ാം അധ്യായത്തിന്റെ 32 ഒന്ന് വായിച്ചേ. 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, യേശുവിനെ അറിഞ്ഞതിന് ശേഷം, നിന്ദകളാലും, കണ്ടോ, നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. കൂത്തുകാഴ്ചയായി. അപ്പൊ നിന്ന, പീഡ, കൂത്തുകാഴ്ച. യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ, ആരാധിച്ചാൽ, യേശുവിനെ സേവിച്ചാൽ, നമ്മൾ ചിലരോട് പറയുന്നത് എല്ലാ പ്രശ്നവും മാറുമെന്ന ചുമ്മാതാ. നിങ്ങളെല്ലാം യേശുവിനെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാ. നിങ്ങളുടെ പ്രശ്നമെല്ലാം മാറും. ഒരു പ്രശ്നവും ഇല്ല. എഴുന്നേറ്റ് നിന്നിട്ട് പോകരുത്. യോഗം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടേച്ചേ പോകാവൂ. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞു. എല്ലാ പ്രശ്നം സ്റ്റേജിലിരിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യം അറിയാനുണ്ട്. അതിനാ ഞാൻ യേശുവിനെ അറിഞ്ഞു, എല്ലാ പ്രശ്നവും തീർന്നു. ഒരു കുഞ്ഞുങ്ങൾക്ക് പറയാനൊക്കത്തില്ല. അല്ല, ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. നീ യേശുവിനെ അറിഞ്ഞാൽ, ആരാധിച്ചാൽ, നിന്റെ പാപത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. നാളുകളായിട്ട് മാനവജാതി നിലവിളിക്കുക, ഈ പാപത്തിൽ നിന്ന് ആരെന്നെ മോചിക്കും, ഈ പാപത്തിന് എങ്ങനെ പരിഹാരമുണ്ടാകും, ഈ പാപത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും. പാപമോചനം തരുവാൻ, പാപപരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളും പരിഹരിക്കപ്പെടും. യേശുവിന്റെ രക്തം സകല പാപങ്ങളും നീക്കി പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കടിച്ചുമപ്പായിരുന്നാലും പഞ്ഞു പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമാ യേശുവിന്റെ പരിശുദ്ധ രക്തം. അപ്പൊ പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമായി. എന്നാൽ മനുഷ്യന് ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്ന, മറ്റ് പ്രശ്നങ്ങളെല്ലാം വരും. ഇവിടെ തന്നെ 3 കാര്യമാണ് എടുത്ത് പറഞ്ഞേക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ന നമ്മളെ നിന്ദിക്കും. നീ ശരിയായ മാനസാന്തരപ്പെട്ട ഇതിനകത്ത് വന്നെങ്കിൽ നിന്നെ നിന്ദിക്കും. നമ്മളെ പലരും നിന്ദിക്കാത്ത കാര്യം നമ്മൾ ഒരു പരുവത്തിന് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഓട്ടവും കൊടുക്കുന്നില്ല, പിടിയും കൊടുക്കുന്നില്ല. എവിടെയാന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ എവിടാ, ഇല്ല ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പോകും. അവർക്ക് കുഴപ്പമില്ല. ഇവിടെയും കണ്ടു, അവിടെയും കണ്ടു, എല്ലായിടത്തും. ഉപദേശവും പ്രമാണവും ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിന്നയൊന്നുമില്ല. നീ ഈ ഉപദേശത്തിന് വേണ്ടി നെവരെ നിന്നാൽ നിന്നെ നിന്ദിക്കും. വീട്ടിൽ നിന്ന് നിന്നുണ്ടാകും, നാട്ടിൽ നിന്നുണ്ടാകും, ചുറ്റുപാടിൽ നിന്നുണ്ടാകും. അറിയുന്നവരൊക്കെ നിന്നെ നിന്ദിക്കും, പരിഹസിക്കും. ഇതിനകത്തുള്ളതാ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പിന്നെ പീഡയുണ്ടാകും. പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. അപ്പൊ ഇതൊക്കെ ഈ മാർഗത്ത് വരുമ്പോൾ ഉള്ളതാണ്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നവർ, സുവിശേഷം പറയുന്നവര് ശ്രദ്ധിച്ചു വേണം പറയാൻ. ഈ മാർഗത്തിൽ വന്നാൽ എല്ലാ പ്രശ്നവും മാറുമെന്ന് വിളിച്ചു പോവരുത്. ഇതിനകത്ത് വന്നാൽ നിന്ദയുണ്ട്, പീഡകളുണ്ട്, ആക്ഷേപമുണ്ട്, അപമാനമുണ്ട്, പരിഹസിക്കും. ഇപ്പൊ അങ്ങനെ വലിയ പരിഹാസമൊന്നുമില്ല. പണ്ടൊക്കെ പരിഹസിക്കുന്നതിന്റെ 1-2 കാര്യം പറയാം. ഈ കൃപ വന്നു കഴിയുമ്പോൾ സഹോദരന്മാരൊക്കെ മീശ പഠിക്കും, അപ്പം മറ്റുള്ളവർ പരിഹസിക്കും. ഇപ്പൊ അവരെക്കാളും വലുത് വെച്ചാൽ നമ്മൾ നടക്കുന്ന ഇടയ്ക്കൊന്ന് പിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ വലിയ നിന്ദയൊന്നുമില്ല. അവനെ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുന്നത്, വലിയ നിന്ദയൊന്നും വരികയല്ല. പണ്ടൊക്കെ
ആഭരണമെല്ലാം മർജിക്കും, വേണ്ടാന്ന് വെക്കും. അപ്പം നിന്ന വരും. ഇപ്പം ഇത് കുത്തിയിട്ടൊക്കാഞ്ഞിട്ട് മേളി ഒന്നുകൂടെ കുത്തിയേച്ച് ഇരിക്കുക. അപ്പം നിന്നയൊന്നും വരികയല്ല, കുറച്ചുകൂടെ ക്രെഡിറ്റാ ചിലർക്ക്. എല്ലാ കാര്യവും എനിക്ക് ഓപ്പണായിട്ട് പറയാനൊക്കത്തില്ല, അതുകൊണ്ടാണ്. ദൈവത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ മാർഗത്ത് വരുമ്പോൾ നിന്നയും പീഡയും ആക്ഷേപവും അപമാനവും ഒക്കെ ഉണ്ട്. പുസ്തകം പഠിപ്പിക്കുന്നത് സഹിച്ച് നിന്നാൽ കൂടെ വാഴ. ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, ഈ എബ്രായ വിശ്വാസികൾ ആരംഭ സമയത്ത് തീഷ്ണതയോടെ ഇറങ്ങി പുറപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വർജിച്ചത്, വേണ്ടാന്ന് വെച്ചത് അബദ്ധമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് ചിലർ വന്നു കാണും. പെന്തിക്കോസിൽ പോയത് അബദ്ധമായോ? ആഭരണം വർജിച്ചത് തെറ്റായോ? എന്റെ ഭാഷയാ, ഈ മീശ പഠിച്ചതെല്ലാം മണ്ടത്തരമാണോ? ഈ കൈകൊട്ടി പാടുകയും തുള്ളുകയും ചെയ്യുന്നത് തെറ്റായോ? വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായോ എന്ന് ചിന്ത അകത്ത് ചിലർക്ക് കയറാം. അങ്ങനെയുള്ളവരോട് പൗലോസ് പറയുകയാ, നിങ്ങൾ ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്, വർജിച്ചത്, ത്യജിച്ചത് അബദ്ധമല്ല. നിങ്ങൾ ഉപേക്ഷിച്ചതിനേക്കാൾ വർജിച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. ഇന്ന് രാത്രി ക്ഷീണിക്കരുത്, മടുക്കരുത്, ആരും തളർന്നു പോകരുത്. ഏറെ നല്ലതാണ് ഈ വിഷയം. അതുകൊണ്ട് കൃപയിൽ വന്ന ദൈവമക്കൾ ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത്. ഏതാ? വിട്ടുപോകുന്നതിനേക്കാൾ ഏറെ നല്ലതാ വന്നു കയറിയത്. യെരൂശലേം പള്ളി അതിനേക്കാൾ ഏറെ നല്ലതാ ഈ സഭയാകുന്ന ദൈവാലയം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അങ്ങനെ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. അമ്പരചുംബിയായ ആ ദൈവാലയം അവിടെ ഉണ്ട്. അതിനേക്കാൾ ശ്രേഷ്ഠമാ സഭയാകുന്ന ആലയം. അതെന്താ? കാരണം ഇതിന്റെ മൂലക്കല്ലേശുവാ. പിന്നെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേല ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മൂലക്കല്ല് സാധാരണ കല്ല. എന്നാൽ സഭയാകുന്ന ദൈവാലയത്തിന്റെ മൂലക്കല്ല് അവൻ യേശുക്രിസ്തുവാ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലായി ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പണി കഴിഞ്ഞതാ. എന്നാൽ സഭയാകുന്ന ദൈവാലയത്തിന്റെ പണി ഇപ്പോഴും പണിയുന്നത് സഭയുടെ സെക്രട്ടറിയോ ട്രഷറോ ഓവർസിയറോ സൂപ്രണ്ടോ പ്രസിഡന്റോ സഭയിലെ കമ്മിറ്റിക്കാരോ മിടുക്കന്മാരാരുമല്ല പണിയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഈ കല്ലിന്റെ പ്രത്യേകത, ഇത് ജീവനുള്ള കല്ല. ആ ജീവനുള്ള കല്ലിന്റെ ഇടയ്ക്ക് നിങ്ങളും വന്നിട്ട് നിങ്ങൾക്കും ജീവൻ പ്രാപിക്കും. അതുകൊണ്ട് വിട്ടുപോകുന്ന പള്ളിയേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ ദൈവാലയം. സ്തോത്രം. നിരാശപ്പെട്ടു പോകരുത്. അവിടെ എന്നും കുന്നും ഒരേ രീതികളൊക്കെ അവിടെ. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഓരോ ദിവസവും പുതുക്കമുണ്ട്. ആത്മാവിന്റെ നടത്തിപ്പില്ല. ഇവിടെ വന്നു കയറിയാൽ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുക ഇന്നത് പോലൊക്കെ. അതിനപ്പുറം ഒന്നും ഒക്കത്തില്ല, ചെയ്ത പ്രശ്നമാണ്. എന്നാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ വായിച്ചേ 14:26 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14:26 ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞേച്ച് പോകുന്നതാണ് നല്ലത്. അറിവുള്ള വാക്യം എന്തായാലും വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14:26 കണ്ണിക തുടങ്ങുന്നിടത്ത് താഴെ, ഇടത് വശത്തെ താഴെ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചേ. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, നിങ്ങൾ ഈ ആലയത്തിൽ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അപ്പൊ ഇത് സങ്കീർത്തനമുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഉപദേശമുണ്ട്, ഇതിനകത്ത് വെളിപ്പാടുണ്ട്, ഇതിനകത്ത് അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ വളരെ ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. നിരാശപ്പെടരുത്. സ്തോത്രം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തു ഇന്ന് രാത്രിയെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് പൗലോസ് തെളിയിച്ചു. നമുക്കറിയാം, ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. യെഹെസ്കേൽ പ്രവചനം പഠിക്കുമ്പോൾ ദൂതന്മാരെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? ദൂത സൃഷ്ടിയെ പറ്റി അവിടെ 1-2 വാക്യങ്ങളുണ്ട്, വായിച്ചു. 26
18 മുതലല്ലേ ഒന്ന് വായിച്ചോ. യഗസ്കേൽ 28 യഗസ്കേൽ പ്രവചന 20 ആ കണ്ണിക തുടങ്ങുന്നത് പോലെ നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപകാമം ചൊല്ലി അവർ പറയേണ്ടത്. വായിച്ചേ 28 അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം. നീ സോർ രാജാവിനെ കുറിച്ച് നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം കണ്ണിക തുടങ്ങുന്നത് പോലെ അങ്ങ് വായിച്ചു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃക മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും. ഇതൊക്കെയായിരുന്നു ദൂതന്മാര്. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനുമായിരുന്നു. പിന്നെ നീ ദൈവത്തിന്റെ തോട്ടമായ ഏതനിലായിരുന്നു. പിന്നെ താമ്രമണി, പീതരക്തം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഇങ്ങനെയുള്ള ദൂതന്മാരാ, ദൂത സൃഷ്ടിയുടെ വിശേഷതയാ. അവിടെ നവരത്നങ്ങളെ പറ്റി പറയുന്നു. ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏതനിലായിരുന്നു, നീ മാതൃകാമുദ്രയായിരുന്നു, നിന്റെ സൗന്ദര്യത്തിന്റെ പെരുപ്പം. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാ ഇങ്ങനെയുള്ള ദൂതന്മാർ. ആ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശു ക്രിസ്തു. സ്തോത്രം. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എൻ്റെ അത്ര ഒന്നും ദൂതൻ വരികയല്ലെന്നുള്ള രീതിയിലായിരിക്കുന്നത്. എൻ്റെ സൗന്ദര്യത്തിന്റെ അത്ര ഒന്നും ദൂതൻ ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ അവര് ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണനുമായ ദൂതന്മാർ. ആ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചു. അവിടുന്ന് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലികത്തേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അബ്രഹാമിനിലെ ശ്രേഷ്ഠൻ. അപ്പൊ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള യേശു ക്രിസ്തു. അവിടത്തേക്ക് തുല്യനായിട്ട് ആരുമില്ല, അവിടത്തോട് കിടപിടിക്കാൻ പറ്റിയ ആരുമില്ല. ചിലര് പറയാനുണ്ട് യേശു ക്രിസ്തുവും ഇന്നയാളും എല്ലാം ഒന്നാണ്. ചുമ്മാതാ. യേശു ക്രിസ്തുവിനോട് തുലനപ്പെടുത്താൻ ഒക്കത്തില്ല. അവിടുത്തെ സംസാരം, ജീവിതചര്യ, രീതികള്, സ്വഭാവം, പ്രകൃതി എല്ലാം വ്യത്യസ്തമാണ്. സ്തോത്രം. അതെല്ലാം ഞാനിപ്പം പറയേണ്ട നിങ്ങൾക്കറിയാം. കാരണം ജനനം കൊണ്ട് തന്നെ മഹത്വമുള്ള വ്യക്തിയാ ക്രിസ്തു. ജനിച്ചപ്പോഴേ രാജാവായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ വിദ്വാൻമാര് വന്ന് ചോദിച്ചത്, രാജാവായിട്ട് പറഞ്ഞവൻ എവിടെ? മരിച്ചപ്പോഴും രാജാവായിരുന്നു. എഴുത്തെഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ്. ജനിച്ചപ്പോഴും വന്ന് ചോദിച്ചതാ, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെ? മരിച്ചപ്പോഴും മേലെടുത്ത് അങ്ങനായിരുന്നു, യഹൂദന്മാരുടെ രാജാവ്. അപ്പൊ ജനനത്തിലും മരണത്തിലും എല്ലാം അവിടുന്ന് രാജാവായിട്ട് പരിലസിച്ചയാളാണ്. ഇനി രാജാവായിട്ട് നമ്മുടെ കർത്താവ് വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ കർത്താവിനോട് തുലനപ്പെടാൻ ആരുമില്ല. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള ആമേൻ വേറൊരു വ്യക്തിയില്ല. എല്ലാവരിലും ശ്രേഷ്ഠൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ദാനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ, നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ, ലോക പോരിതിൽ അനുദിനം ജയമേ, ലോക പോരിതിൽ അനുദിനം ജയമേ, യേശു നായകൻ സമാധാന നായകൻ നിനക്കെന്നും ദാനമേ, എന്തിനാകുലം കലരും മനമേ.
യേശുക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠൻ. ഓരോ അധ്യായത്തിൽ 9-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, യേശുക്രിസ്തു ഒരിക്കൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ 9-ാം അധ്യായത്തിൽ 3 പ്രത്യക്ഷതയെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രത്യക്ഷത മോനെ ആ 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. 9-ാം അധ്യായത്തിൽ 3 പ്രത്യക്ഷതയാ. അതിൽ ഒന്നാമത്തെ പ്രത്യക്ഷതയാണ് ഈ 26-ാമത്തെ വാക്യം. ഒന്നുകൂടെ വായിച്ചോ മോനെ. പേര് ഞാൻ പിന്നെ മറന്നു പോകുന്നു. ജിബിൻ ഒന്നുകൂടെ വായിച്ചു. 26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അടുത്തത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ അവിടുന്ന് ലോകാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് ആദ്യത്തെ പ്രത്യക്ഷത, യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത. എന്തിനാ യേശുക്രിസ്തു ആദ്യത്തെ പ്രത്യക്ഷതയ്ക്കായി വന്നത്? ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ആദ്യത്തെ പ്രത്യക്ഷത എങ്ങനെയായിരുന്നു? ആദ്യത്തെ പ്രത്യക്ഷത നിങ്ങൾ എന്തേലും ഒന്ന് പറ. യേശു ഈ ഭൂമിയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ചാ, എങ്ങനെയാന്ന്? നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ എന്നാ പറഞ്ഞാൽ അയാൾ ബോധമുള്ളവനല്ല, അത് കയറി അയാൾ വെട്ടും, അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്നതാ നല്ലതെന്നും പറഞ്ഞാൽ നിങ്ങളെ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് നല്ല ഒരാളാണ് കുനിഞ്ഞിരിക്കുന്ന ഗിറ്റാറുകാരൻ, എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ ഇതിനൊന്നും ആളല്ല, പാട്ട് പാടുമ്പോൾ വേണേ വായിച്ചു തരാം, ഇതൊന്നും വിഷയമല്ല. അതാ പുള്ളിയും കുനിഞ്ഞിരിക്കുക, പാവം. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത കന്യാസൂര്യമായി ഈ ഭൂമിയിൽ യേശു പിറന്നു. അതാ ആദ്യത്തെ പ്രത്യക്ഷത. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. ശീലക ചുറ്റി പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. ഇതാണ് ആദ്യത്തെ പ്രത്യക്ഷത. അട്ടിടയർ കൂട്ടം വാങ്ങി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ, അട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ, പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, കിടപ്പും കണ്ടു ഞാൻ നാമിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, വ്യക്തമാം